ഹലോ ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഹലോ ഡോക്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗർഭകാല പരിചരണം എങ്ങനെയെന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് SAT ഹോസ്പിറ്റലിലെ ഒബ്സ്റ്ററ്റിക് ആൻഡ് ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡെൻസിമോളാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. പ്രേക്ഷകർക്ക് ഡോക്ടറോടുള്ള സംശയം ചോദിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഗർഭകാല പരിചരണം എങ്ങനെ, എപ്പോഴാണ് ഇത് തുടങ്ങേണ്ടത് ഡോക്ടർ? ഗർഭപരിചരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുരക്ഷിതമായി ആരോഗ്യമുള്ള ഒരു അമ്മയും കുഞ്ഞിനെയും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല മുൻകരുതലുകളും നമ്മൾ എടുക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ഒരു ആരോഗ്യമുള്ള അമ്മയും കുഞ്ഞിനെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഗർഭിണി ആകുന്നതിന് മുന്നേ തന്നെ മുൻകരുതലുകൾ എടുക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഡോക്ടറെ കാണുകയും വേണ്ട നിർദ്ദേശങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ പറഞ്ഞിരിക്കുന്ന മിനിമം 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ഗർഭിണിയാണെന്ന് അറിഞ്ഞ് 3 മാസത്തിനുള്ളിൽ തന്നെ ഡോക്ടറെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ 2 ഡോസ് TT നിർബന്ധമായി എടുത്തിരിക്കണം. 100 അയൺ ഫോളിക് ആസിഡ് ഗുളികയെങ്കിലും മിനിമമായിട്ട് എടുത്തിരിക്കണം. അതുപോലെ ഗർഭാവസ്ഥയിൽ 4 തവണയെങ്കിലും ഡോക്ടറിനെ നിർബന്ധമായും കണ്ടിരിക്കണം. ഈ പറഞ്ഞ 4 കാര്യങ്ങളും നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതാണ്, മിനിമമായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എപ്പോഴും ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, വിശദമായൊരു ഹിസ്റ്ററി നമ്മൾ എടുക്കും. അതായത് ഇപ്പോഴത്തെ ഗർഭാവസ്ഥയെക്കുറിച്ചിട്ടുള്ള വിശദമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അതുപോലെ മുന്നേ ഉള്ള ഗർഭാവസ്ഥയും അവയ്ക്ക് ആ ഗർഭസമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നിട്ടുണ്ടോ, അതുപോലെ പ്രസവ സമയത്തും പ്രസവാനന്തരവും എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. അതുമാത്രമല്ല, നിലവിലോ ഇതിന് മുന്നോ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടോ, ഇപ്പം നിലവിൽ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചറിയും. മാത്രമല്ല, രക്തബന്ധത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ജനിതകപരമായിട്ടുള്ള വൈകല്യങ്ങളോ അസുഖങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ വേണ്ട പരിശോധനകളും നിർദ്ദേശങ്ങളും നൽകും. തുടർന്ന് വിശദമായൊരു വൈദ്യപരിശോധന ചെയ്യും. പ്രധാനപ്പെട്ട ലാബ് ടെസ്റ്റുകളും സ്കാനും ചെയ്യുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗർഭപരിചരണത്തിൽ ചെയ്യുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം ഓരോ ഗർഭിണികൾക്കും അനുയോജ്യമായ ജീവിതശൈലി മോഡിഫിക്കേഷൻസും അതുപോലെ തന്നെ വേണ്ട ഭക്ഷണക്രമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഡോക്ടർ, അതേപോലെ മാതാപിതാക്കളാവാൻ തയ്യാറെടുക്കുന്ന ദമ്പതികൾക്ക് ഒരു പ്രീ കൗൺസിലിങ്ങിൻ്റെ ആവശ്യകതയുണ്ടോ? തീർച്ചയായും ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ്. അഥവാ ഗർഭിണിയാകുന്നതിന് മുന്നേ തന്നെ കപ്പിൾസ് നിർബന്ധമായും കൗൺസിലിംഗ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ സമൂഹത്തിലുള്ള പ്രഗ്നൻസി 50% കൂടുതലും പ്ലാൻഡ് പ്രഗ്നൻസി അല്ല. പക്ഷേ എപ്പോഴും പ്ലാൻഡ് പ്രഗ്നൻസി ആയിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്കറിയാം, നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ വ്യക്തമായൊരു പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗർഭാവസ്ഥ സങ്കീർണതകളൊന്നും ഇല്ലാണ്ട് വളരെ സുരക്ഷിതമായി ആരോഗ്യമുള്ള ഒരു അമ്മയും കുഞ്ഞിനെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായും ഒരു പ്ലാനിങ് ചെയ്തതിന് ശേഷം മാത്രം ഗർഭിണിയാകുന്നതാണ് ഏറ്റവും നല്ലത്. ഈ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കപ്പിൾസിനെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കും. അവരുടെ നിലവിലുള്ള മാനസികവും ശാരീരികവും പരമായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതി നമ്മൾ വിലയിരുത്തും. അതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകും. അപ്പോൾ അച്ഛനും അമ്മയും ഒരു മാതാപിതാക്കളാകാനായിട്ട് അവർ ഫിറ്റാണോ എന്നുള്ളൊരു അസസ്മെൻറ്റ് നടത്തും. അപ്പോൾ അതുപോലെ അമ്മയ്ക്ക് ഗർഭധാരണത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ അല്ലെങ്കിൽ ഗർഭം തുടർന്ന് പോകുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളതാണോ, അല്ലെങ്കിൽ ആരോഗ്യമുള്ള കുഞ്ഞ് ലഭിക്കാനായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തും. പ്രത്യേകിച്ച് തൈറോയിഡിൻ്റെ അസുഖം, ഷുഗർ, ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, അതുപോലെ അപസ്മാരത്തിൻ്റെ അസുഖങ്ങൾ എന്നിവ ഉള്ളവരൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് വിലയിരുത്തുകയും അവരുടെ ആരോഗ്യസ്ഥിതി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും. അതുപോലെ ശ്വാസകോശം, ഹൃദയം,
അവരുടെ രക്തചംക്രമണം ഒക്കെ നമ്മൾ വിലയിരുത്തിയതിന് ശേഷം മാത്രം ഗർഭിണിയാകാമോ, ഗർഭിണിയായാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, അത് എങ്ങനെയൊക്കെ നമുക്ക് തടയാം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകാൻ സാധിക്കും. പ്രത്യേകിച്ചും ചില അസുഖങ്ങൾ, അതായത് SLE, ഷുഗർ, അപസ്മാരത്തിൻ്റെ അസുഖങ്ങളുള്ളവർ, അതുപോലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അങ്ങനെയുള്ള അസുഖങ്ങൾ നിർബന്ധമായും ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ ഗർഭിണിയാകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഗർഭിണിയായതിനു ശേഷം നമുക്ക് ഗർഭിണിയാകുന്നതിന് മുന്നേ നമുക്ക് കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ ഗർഭം ആയതിനു ശേഷം മാത്രമാണ് ഡോക്ടറിൻ്റെ അടുത്ത് വരുന്നതെങ്കിൽ ചില കോംപ്ലിക്കേഷൻസ് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ്. ഡോക്ടർ, അതുപോലെ തന്നെയാണ് ഗർഭിണി ആയതിനു ശേഷം എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലൊക്കെയാണ് ഡോക്ടറെ കാണേണ്ടത്? നോർമലായിട്ടുള്ള ഒരു പ്രഗ്നൻസിയിൽ നമ്മൾ പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു ഫസ്റ്റ് വിസിറ്റ്, അതായത് ഫസ്റ്റ് വിസിറ്റ് എപ്പോഴും ചെയ്യാൻ ഏറ്റവും നല്ലത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഗർഭിണിയാണെന്ന് അറിഞ്ഞ് ഉടൻ തന്നെയാണ്. കാരണം നമുക്ക് അപ്പോൾ ഫോളിക് ആസിഡിൻ്റെ ഗുളിക കഴിക്കേണ്ടതുണ്ട്. അതിൻ്റെ ശരിക്കും ഫോളിക് ആസിഡ് കഴിക്കേണ്ടത് ഗർഭമാകുന്നതിന് 3 മാസം മുന്നെയാണ്. കാരണം നമ്മൾ ഗർഭിണി ആകുന്നതിന് 2 ആഴ്ച മുന്നേ തന്നെ കുഞ്ഞിൻ്റെ നാഡീവ്യൂഹങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് കഴിക്കേണ്ടത് ഗർഭം ആകുന്നതിന് 3 മാസം മുന്നെയാണ്. അറ്റ്ലീസ്റ്റ് ഗർഭം ആണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഫോളിക് ആസിഡ് ഗുളിക കഴിക്കണം. അപ്പം ഗർഭിണി ആണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഡോക്ടറെ കാണുക. അപ്പോൾ ഫസ്റ്റ് വിസിറ്റ് എപ്പോഴും ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടൻ തന്നെയാണ്. പിന്നീടുള്ള ഓരോ വിസിറ്റും നോർമലായിട്ടുള്ളൊരു പ്രഗ്നൻസിയിൽ നമ്മൾ പറയുന്നത് 28 ആഴ്ച വരെ മാസത്തിലൊരിക്കലും, 28 ആഴ്ചയ്ക്കും 36 ആഴ്ചയ്ക്കും ഇടയിൽ 2 ആഴ്ചയിലൊരിക്കലും, 36 ആഴ്ചയ്ക്ക് ശേഷം ആഴ്ചയിലൊരിക്കലും എന്നുള്ളൊരു ക്രമത്തിലാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത് നോർമലായിട്ട് ഒരു പ്രഗ്നൻസി പോകുന്നെങ്കിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ നിർദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അതനുസരിച്ചിട്ട് കൂടുതൽ വിസിറ്റ് വേണ്ടി വരും. കൂടുതൽ പരിശോധനകളൊക്കെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ, കൂടുതൽ മോണിറ്ററിങ് അമ്മയ്ക്കും കുഞ്ഞിനും വേണം എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വിസിറ്റുകൾ വേണ്ടി വരും. ഡോക്ടർ, ഗർഭകാലത്തെ അപകട സൂചനകൾ എന്തെല്ലാമാണ്? എന്തെല്ലാം ലക്ഷണം കണ്ടാൽ ശ്രദ്ധിക്കണം? ഗർഭകാലത്ത് ചില സൂചനകൾ കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ ഉടൻ തന്നെ സമീപിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ബ്ലീഡിങ് ഉണ്ടാവുക, ശക്തമായ വയറുവേദന ഉണ്ടാവുക തുടങ്ങിയവ കാണുകയാണെങ്കിൽ അത് അബോർഷൻ്റെയോ ഇല്ലെങ്കിൽ മറുപിള്ള നേരത്തെ തന്നെ വിട്ടുപോയതിൻ്റെയോ ഒക്കെ ലക്ഷണങ്ങളാകാം. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉടൻ തന്നെ ഡോക്ടറെ കാണണം. പിന്നെ വരുന്നത് BP വളരെ അധികം കൂടുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് ചിലപ്പോൾ ചിലർക്ക് തലവേദന, ശക്തമായ തലവേദന ഉണ്ടാകാം, കാഴ്ചമങ്ങലുണ്ടാകാം, വയറിൻ്റെ മുകൾ ഭാഗത്ത് ശക്തമായ രീതിയിൽ വയറുവേദന ഉണ്ടാകാം, മൂത്രത്തിൻ്റെ അളവ് കുറയുക, അതുപോലെ ശരീരത്തിൽ നീരിൻ്റെ അളവ് പെട്ടെന്ന് വർദ്ധിക്കുക തുടങ്ങിയവയൊക്കെ കാണുകയാണെങ്കിൽ അത് BP വളരെയധികം കൂടി പ്രശ്നത്തിലേക്ക് പോകുന്നുള്ളതിൻ്റെ സൂചനകളാകാം. അതുപോലെ ശ്വാസമുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ പെട്ടെന്ന് കാണണം. മാത്രമല്ല കുഞ്ഞിൻ്റെ അനക്കം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അമ്മമാർ 7 മാസത്തിന് ശേഷം കുഞ്ഞിൻ്റെ അനക്കം വളരെ ശ്രദ്ധാപൂർവ്വം നോക്കണം. ഒരു ദിവസം 3 നേരമെങ്കിലും കുഞ്ഞിൻ്റെ അനക്കം ശ്രദ്ധിക്കണം. അതായത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി. ഭക്ഷണത്തിന് ശേഷം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഇടതുവശം ചരിഞ്ഞ് കിടന്നുകൊണ്ട് കുഞ്ഞിൻ്റെ അനക്കം ശ്രദ്ധിക്കണം. 1 മണിക്കൂർ 3 അനക്കമെങ്കിലും മിനിമം നമുക്ക് കിട്ടണം. അപ്പം അനക്കത്തിന് എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ എന്തെങ്കിലും പ്രശ്നം നേരിടുന്നതിൻ്റെ ആദ്യത്തെ സൂചനയാകാം. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ എത്രയും പെട്ടെന്ന് പോയി കാണിക്കേണ്ടത് ആവശ്യമാണ്. ശരി ഡോക്ടർ, ഗർഭകാലത്തെ സ്കാനിങ് രീതികൾ എങ്ങനെയാണ്? സ്കാൻ ചെയ്യുന്നതിന് ലക്ഷ്യമെന്ത്? അത് കുഞ്ഞിന് എന്തെങ്കിലും ദോഷം ചെയ്യുമോ? നമ്മൾ സ്കാന് പല സമയത്തും ചെയ്യുന്നതിന് പല ലക്ഷ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പേഷ്യൻ്റ് വരുന്ന സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വയറുവേദനയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന സ്കാൻ ഡേറ്റിംഗ് സ്കാനാണ്. അപ്പം ഡേറ്റിംഗ് സ്കാൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വാക്കിൽ തന്നെയുണ്ട് കുഞ്ഞിൻ്റെ വളർച്ച, അമ്മയുടെ മാസമുറ അനുസരിച്ചിട്ടുള്ള വളർച്ച അതിന് മാച്ച് ആകുന്നുണ്ടോ, കറക്റ്റ് ആണോ എന്ന് നോക്കാനാണ് ഡേറ്റിംഗ് സ്കാൻ ചെയ്യുന്നത്. അത് 9 ആഴ്ചയ്ക്കും 11 ആഴ്ചയുടെ ഇടയിലാണ് ചെയ്യുന്നത്. ആ സമയത്ത് അതുമാത്രമല്ല, നമുക്ക് കുഞ്ഞിൻ്റെ വളർച്ച കറക്റ്റ് വരുന്നുണ്ടോ, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ, അതുപോലെ ഒരു കുഞ്ഞാണോ അത് ഇരട്ട കുഞ്ഞുങ്ങളാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് ആദ്യത്തെ സ്കാനിലാണ്. അതുപോലെ ഭ്രൂണ വളർച്ച ഉണ്ടാകുന്നത് കറക്റ്റ് സ്ഥലത്താണോ, യൂട്രസിൻ്റെ അകത്ത് തന്നെയാണോ അതോ ട്യൂബിലോ വല്ലതോ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യത്തെ സ്കാനിൽ മനസ്സിലാക്കാൻ സാധിക്കും.
പിന്നെ വരുന്ന സ്കാനാണ് NT-NB സ്കാൻ. അതായത് 11 ആഴ്ചയ്ക്കും 14 ആഴ്ചയ്ക്കും ഇടയിൽ ചെയ്യുന്ന സ്കാനാണ് NT-NB സ്കാന്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്നത് കുഞ്ഞിന് വളരെ ഗൗരവപൂർണ്ണമായിട്ട് ജനിതകപരമായിട്ടുള്ള സിൻഡ്രോംസ് ഉണ്ട്. നമുക്കറിയാലോ, ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം തുടങ്ങിയുള്ള കുറച്ച് സിൻഡ്രോംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള സിൻഡ്രോംസിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ എന്നറിയാനും നമുക്ക് NT-NB സ്കാൻ ചെയ്യാം. ഈ NT-NB സ്കാനിൻ്റെ കൂടെ തന്നെ നമുക്ക് കമ്പൈൻഡ് ടെസ്റ്റായിട്ട് നമുക്ക് ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്യണം. അത് രണ്ടും കൂടെ ഒരുമിച്ച് അവലോകനം ചെയ്തിട്ടാണ് നമുക്ക് ഈ കുഞ്ഞിന് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ വരുന്നത് അനോമലി സ്കാനാണ്. അത് 18 ആഴ്ചയ്ക്കും 22 ആഴ്ചയ്ക്കും ഇടയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ കുഞ്ഞിന് നമുക്ക് സ്കാനിൽ കണ്ടെത്താൻ പറ്റുന്ന ചില ഗൗരവപൂർണ്ണമായിട്ടുള്ള വൈകല്യങ്ങളുണ്ട്. അപ്പോൾ അത് കണ്ടെത്താനായിട്ട് നമുക്ക് ഈ 18 ആഴ്ചയ്ക്കും 22 ആഴ്ചയിടയിൽ സ്കാൻ ചെയ്യാൻ പറ്റിയാൽ അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പിന്നെ അമ്മയ്ക്ക് ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഹാർട്ടിന് പ്രശ്നം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ സ്കാൻ, അതായത് ഫീറ്റൽ എക്കോ എന്ന് നമ്മൾ പറയും, ഫീറ്റൽ എക്കോ ചെയ്യുന്നത് 22 ആഴ്ചയ്ക്കും 24 ആഴ്ചയ്ക്കും ഇടയിലാണ്. പിന്നീട് നമ്മൾ സ്കാൻ ചെയ്യുന്നത് കുഞ്ഞിൻ്റെ വളർച്ച അറിയാനാണ്. വളർച്ച അറിയാനായിട്ട് ചെയ്യുന്നത് 28 ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഡോക്ടർ ക്ലിനിക്സിൽ ഗർഭിണി വരുമ്പോൾ നമ്മൾ വയറ് നോക്കും. അപ്പം വളർച്ചയ്ക്ക് എന്തെങ്കിലും കുറവ് തോന്നുന്നു എന്നെങ്കിൽ 28 ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പം 28 ആഴ്ചയ്ക്കും 34 ആഴ്ചയ്ക്കും ഇടയിൽ ഗ്രോത്ത് സ്കാൻ ചെയ്യാം. പിന്നെ പ്രസവത്തിനോട് അടുപ്പിച്ച് 36 ആഴ്ചയ്ക്ക് ശേഷം കുഞ്ഞിൻ്റെ പൊസിഷൻ, അതായത് താഴെ ഹെഡ് തന്നെയാണോ എന്നൊക്കെ ഉറപ്പുവരുത്താനൊക്കെ ആയിട്ട്, പ്ലാസൻ്റയുടെ ലൊക്കേഷനൊക്കെ അറിയാൻ എല്ലാം കൺഫേം ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു സ്കാനും കൂടെ ചെയ്യാവുന്നതാണ്. പിന്നെ അൾട്രാസൗണ്ട് എന്ന് പറയുന്ന സ്കാൻ ഒട്ടും പേടിക്കേണ്ട രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന സ്കാനല്ല. കാരണം അതിൽ സൗണ്ട് വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. റേഡിയേഷൻ്റെ യാതൊരു പ്രശ്നമില്ല. 30 വർഷത്തോളം ഉപയോഗിച്ച് വരുന്ന ഒരു സ്കാനാണ്. ഇതുവരെയും ഒരു റിസ്ക്കും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്കാനാണ് നമ്മുടെ അൾട്രാസൗണ്ട്. ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, ഗർഭിണികളുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം? എന്തെല്ലാം ഭക്ഷണങ്ങൾ അവർ ഉൾപ്പെടുത്തേണ്ടതുണ്ട്? പൊതുവേ നമ്മുടെ ആൾക്കാർ പറയും ഗർഭിണിക്ക് ഇഷ്ടമുള്ള എന്തും കഴിക്കാമെന്ന്. പക്ഷേ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഷുഗർ, കൊളസ്ട്രോൾ, അതുപോലെ ഹൈ ബ്ലഡ് പ്രഷറൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഫുഡ് വളരെ പരിമിതമായിട്ട്, അളവ് വളരെയധികം കുറച്ച് ഇഷ്ടത്തിന് മാത്രം കഴിക്കുക. വളരെ സമീകൃതവും പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ആഹാരക്രമമാണ് ഗർഭിണികൾ പാലിക്കേണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഹൈ ഫൈബറായിട്ടുള്ള കണ്ടൻറ്റുള്ള ഫുഡ് കഴിക്കുക, പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ് ഒക്കെ കഴിക്കുക. അപ്പം പാലുൽപ്പന്നങ്ങൾ ധാരാളമായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. കാരണം പാല് ധാരാളം പ്രോട്ടീനും കാൽഷ്യവും ഉണ്ട്. ഗർഭിണിക്കും ഭ്രൂണത്തിനും, അതായത് നമ്മുടെ ഗർഭസ്ഥ കുഞ്ഞിന്, ശിശുവിനുമൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് പ്രോട്ടീനും അതുപോലെ ഈ നമ്മുടെ കാൽഷ്യം എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ എല്ലിൻ്റെ വികാസത്തിനൊക്കെ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മിനിമം 2 ഗ്ലാസ് പാലെങ്കിലും നിർബന്ധമായിട്ട് ഗർഭിണികൾ കുടിക്കണം. അതുപോലെ മുട്ട എന്ന് പറയുന്നത് നമ്മൾ സൂപ്പർ ഫുഡായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് കുഞ്ഞിൻ്റെ വികാസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ അമിനോ ആസിഡ്സും അതുപോലെ കാൽഷ്യം, പ്രോട്ടീൻ എല്ലാം ഈ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല കോളീൻ എന്ന് പറയുന്ന ഒരു ധാതകം ഇതിലുണ്ട്. അത് കുഞ്ഞിൻ്റെ നാഡി വളർച്ചയ്ക്കൊക്കെ വളരെ ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പം മുട്ട നിർബന്ധമായിട്ട് ഗർഭിണികൾ നിർബന്ധമായിട്ട് കഴിക്കുക. പിന്നെ വരുന്നതാണ് നമ്മൾ ഫ്രൂട്ട്സ് എന്നൊക്കെ പറയും. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴും മധുരമുള്ള ഫ്രൂട്ട്സ് അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പ്രഗ്നൻസിയിൽ എപ്പോഴും ഷുഗർ വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. കാരണം പ്രഗ്നൻസിയുടെ ഹോർമോൺസ് എന്ന് പറയുന്നത് ഡയബറ്റിക് ഉണ്ടാക്കാൻ കൂടുതൽ സാധ്യത ഒരുക്കുന്ന ഹോർമോൺസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ മധുരമുള്ള ഫ്രൂട്ട്സ് അധികം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവക്കാഡോ പോലുള്ള ഫുഡ്സ് മധുരം കുറവാണെങ്കിലും പക്ഷേ ധാരാളം മിനറൽസ്, അതായത് പൊട്ടാഷ്യം, മഗ്നീഷ്യം തുടങ്ങിയ മിനറൽസ് ഉള്ളതാണ്. അപ്പോൾ അത് ഈ ഗർഭാവസ്ഥയിലുള്ള മസിൽ ക്രാംസ്, അതായത് മസിൽ കോച്ചി പിടിക്കുന്ന അവസ്ഥ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മഗ്നീഷ്യം, പൊട്ടാഷ്യം ഒക്കെ സഹായിക്കും. അപ്പോൾ അവക്കാഡോ പോലുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ അതിലുള്ള നാരും ദഹനത്തിനൊക്കെ നല്ലതാണ്. അപ്പം അവക്കാഡോ നിർബന്ധമായിട്ടും ഫുഡിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ്.
അതുപോലെ തന്നെയാണ് വരുന്നത് നമ്മുടെ ഇലക്കറികൾ നമുക്കറിയാം ചീര, നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഇലകൾ, അതേപോലെ ചീര, ഇതിലൊക്കെ ധാരാളം ഫോളിക് ആസിഡും വിറ്റമിൻസും ഒക്കെ ഉണ്ട്, അയണുണ്ട്. അപ്പം അതുപോലെ തന്നെ ഗർഭിണികൾ ഏറ്റവും നേരിടുന്ന ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് തടയാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഇലവർഗ്ഗങ്ങൾ കഴിക്കുക വഴി നമുക്ക് സാധിക്കും. അപ്പോൾ അത് ഉറപ്പായിട്ടും ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക. ധാരാളം വെള്ളം കുടിക്കുക, അതായത് മിനിമം 8 തൊട്ട് 12 ഗ്ലാസ് വെള്ളമെങ്കിലും മിനിമം കുടിക്കേണ്ടത് ആവശ്യമാണ്. ചൂട് ഉള്ള സമയത്ത് ഈ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തണം. അതുപോലെയാണ് നമ്മൾ മത്സ്യങ്ങളിൽ നമുക്ക് അതിന് ധാരാളം omega-3 ഫാറ്റി ആസിഡ്, അതേപോലെ വിറ്റമിൻസ് B, D ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഫുഡിൽ ഉൾപ്പെടുത്തിയാൽ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അത് വളരെയധികം സഹായിക്കും. പ്രത്യേകിച്ച് ബ്രെയിനിൻ്റെ വളർച്ചയ്ക്കൊക്കെ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാവുന്ന ഘടകങ്ങൾ മീനിലുണ്ട്. അപ്പം പ്രത്യേകിച്ച് കുഞ്ഞു മീനുകൾ, അതായത് നമ്മുടെ നൊത്തോലി പോലുള്ള മീനുകൾ, മത്തി തുടങ്ങിയ മീനുകളൊക്കെ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ മീനുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്, കാരണം അതിൽ മെർക്കുറി പോയ്സണിങ്ങിന് സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഭക്ഷണക്രമത്തിൽ കൂടുതലും ചെറിയ മീനുകൾ ഉൾപ്പെടുത്താനായിട്ട് മാക്സിമം നോക്കുക. അതുപോലെ ജങ്ക് ഫുഡ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതൊക്കെ കൂടുതൽ ദോഷകരമായിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ കഴിക്കുന്നതാണെങ്കിലും കൂടുതൽ ദോഷകരമായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഭക്ഷണത്തെ പോലെ അതേ പ്രാധാന്യമുള്ളതാണ് ഗർഭിണികളുടെ മാനസികാരോഗ്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? നമ്മൾ ഒട്ടും പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ കൊടുക്കാത്തൊരു കാര്യമാണ് മാനസികാരോഗ്യം എന്നുള്ളത്. അപ്പം ഗർഭാവസ്ഥയിൽ മാനസികാരോഗ്യത്തിന് ഏറ്റവും വലിയ പ്രാധാന്യമാണ് ഉള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ശ്വസന യോഗ, അതുപോലെ വ്യായാമം മാനസികാരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പം കൃത്യമായി ദിവസവും 30 മിനിറ്റെങ്കിലും ചെറിയ രീതിയിലുള്ള വ്യായാമം ചെയ്യുക. അതുപോലെ ധ്യാനം, ചില യോഗ പോസ്റ്റേഴ്സ് ഒക്കെ സ്ട്രെസ്സ് കുറയ്ക്കാനൊക്കെ നമുക്ക് സഹായിക്കും. മാത്രമല്ല മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക, അതായത് വായന, പാട്ട് കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ, മനസ്സിന് എന്താണോ സന്തോഷം നൽകുന്ന ആ കാര്യങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മാത്രമല്ല എപ്പോഴും നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ സപ്പോർട്ടിന് ഒരാളെപ്പോഴും ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. അത് അമ്മയാകാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറാകാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടാകാം. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ വികാരങ്ങളും വിചാരങ്ങളൊക്കെ നമുക്ക് അവരായിട്ട് ഷെയർ ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പെട്ടെന്ന് എടുത്തു പോകേണ്ടത് ആവശ്യമുണ്ട്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡോക്ടറെയും സമീപിക്കാവുന്നതാണ്. ഡോക്ടർക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഗൈഡൻസ് തരികയും അതനുസരിച്ച് റെഫർ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം അതുപോലെ സ്വയം കെയറിന്, അതായത് സെൽഫ് കെയറിന് കൂടുതൽ മുൻഗണന നൽകണം. അതുപോലെ വൃത്തി, അതുപോലെ ആരോഗ്യം ഒക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെയാണ് സെൽഫ് ലേണിങ്, അതായത് അല്ലെങ്കിൽ നമ്മൾ ഗർഭത്തിനെ കുറിച്ചിട്ട് സ്വന്തമായിട്ടൊന്ന് പഠിക്കുക. എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്, പ്രസവ സമയം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ സ്വന്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അത് അറിവുള്ള കുറച്ച്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ല കാര്യപ്രാപ്തിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരാളായിട്ട് ഡിസ്കസ് ചെയ്ത് പ്രസവ സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, എങ്ങനെയാണ് അതെങ്ങനെ നമുക്ക് തരണം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് സെൽഫായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുന്നതും വളരെ നല്ലതാണ്. ഇതെല്ലാം നമുക്ക് ഗർഭം സങ്കീർണതകളൊന്നും ഇല്ലാണ്ട് വളരെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മളിന്ന് സംസാരിച്ചത് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ നന്ദി ഡോക്ടർ.